തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ നൽകിയ തുകയും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ശ്രമം. ആരോഗ്യ മേഖലകൾക്കുൾപ്പെടെ നൽകിയ തുകയിലാണ് കുറവ് വരുത്തുന്നത്. സർക്കാർ നൽകിയ വായ്പയുടെയും സഹായങ്ങളുടെയും കണക്കിൽ ഉൾപ്പെടുത്തിയാണ് ധനവകുപ്പിന്റെ ഈ നീക്കം. വിവരങ്ങളുമായി ആർ രാജീവാണ് ചേരുന്നത്. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ധനകാര്യ കമ്മീഷൻ 8532 കോടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. ഇതിൽ 1902 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് നിലവിൽ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. അതായത് 3 ഗഡുക്കളായി ഈ തുക നൽകണമെന്ന ആവശ്യം ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നു. ആരോഗ്യ മേഖലയ്ക്ക് ഉൾപ്പെടെയുള്ള പണമാണ് ഇത്തരത്തിൽ നൽകേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഖരമാലിന്യ സംസ്കരണത്തിനും ഈ പണം ഉപയോഗിക്കണമെന്നായിരുന്നു ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിർദ്ദേശം കൂടി ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 9000 കോടി രൂപയ്ക്കടുത്ത് നൽകിയത്. എന്നാൽ അതിൽ 1902 കോടി രൂപ ആദ്യഘട്ടമായി സർക്കാർ അനുവദിച്ചെങ്കിലും അതിലാണ് വലിയ രീതിയിലുള്ള ഒരു വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണമായി നിലവിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, നേരത്തെ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിച്ചിരുന്നു. ഈ പണത്തിന്റെ വായ്പയും അതുപോലെ തന്നെ അത് തിരിച്ചടവും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ അനുവദിച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് വെട്ടിക്കുറവ് നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് വരുത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കുകയാണെങ്കിൽ അതിൽ കുറവ് വരുത്താറില്ല. ആ പണം പൂർണ്ണമായും തന്നെ ധനകാര്യ കമ്മീഷൻ നൽകുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുകയാണ് പതിവ്. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ നേരത്തെ നൽകിയ വായ്പയും അതുപോലെ തന്നെ സഹായങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കുറവ് തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. അതായത് ഈ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ അംഗൻവാടി ജീവനക്കാർക്ക് പണം നൽകുന്ന ഒരു ചുമതല കൂടിയുണ്ട്. ഈ അംഗൻവാടി ജീവനക്കാർക്ക് സർക്കാർ പണം നൽകിയ വകയിൽ 144 കോടി രൂപയാണ് ഇതിൽ നിന്ന് തിരികെ ഈടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ അമൃത് പദ്ധതിയുടെ പേരിലും പണം തിരികെ എടുത്തിട്ടുണ്ട്. ഏകദേശം 500 കോടി രൂപയ്ക്കടുത്താണ് നിലവിലിപ്പോൾ ധനവകുപ്പ് ഈ സഹായത്തിൽ നിന്ന് തിരികെ എടുത്തിരിക്കുന്നത്. 1902 കോടി രൂപ നൽകുകയും പിന്നീട് അതിൽ നിന്നാണ് ഏകദേശം 500 കോടി രൂപയ്ക്കടുത്ത് തിരികെ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് വേണ്ടിയും നിലവിൽ നേരത്തെ സർക്കാർ പണം കൊച്ചി കോർപ്പറേഷന് അനുവദിച്ചിരുന്നു. ഈ പണത്തിന്റെയും തിരിച്ചടവുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഗ്രാന്റിൽ നിന്ന് വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 500 കോടി രൂപയ്ക്കടുത്താണ് നിലവിൽ ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളും നേരിടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാന കാരണം സംസ്ഥാന സർക്കാർ പണം നൽകാത്തത് തന്നെയാണ്. മാത്രമല്ല, പല ഘട്ടത്തിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഈ രീതിയിൽ പിഴിയുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ അനുവദിക്കുന്ന ഗ്രാന്റുകൾ പോലും തിരിച്ചു പിടിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ തന്നെയാണ് അത് ചെലവഴിക്കേണ്ടത്. അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ ഈ ഗ്രാന്റുകൾ വകമാറ്റി ചെലവഴിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. മാത്രമല്ല, നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ ചൂണ്ടിക്കാണിച്ചനുസരിച്ചാണെങ്കിൽ KSRTCക്ക് സംസ്ഥാന സർക്കാർ പണം നൽകുന്നുണ്ട്, കിഫ്ബിക്ക് പണം നൽകുന്നുണ്ട്. ഇതൊന്നും സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ പെടുത്തരുത് എന്ന ആവശ്യമായിരുന്നു സുപ്രീം കോടതി ഉൾപ്പെടെ സംസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നത്. അതേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇത്തരത്തിൽ നൽകുന്ന സഹായങ്ങൾ എങ്ങനെയാണ് സർക്കാരിന്റെ കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുക, അതിന്റെ പേരിൽ എങ്ങനെയാണ് ധനകാര്യ കമ്മീഷൻ നൽകുന്ന ഗ്രാന്റുകൾ വെട്ടിക്കുറയ്ക്കാൻ കഴിയുക എന്ന ചോദ്യം കൂടി പ്രധാനമായും ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പ്രസക്തമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഏതായാലും സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് പോലും വലിയ പ്രതിസന്ധിയായി സംസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇതിനൊപ്പമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിലവിൽ നൽകേണ്ട പണം പോലും വിവിധ വകുപ്പുകൾക്ക് സർക്കാർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ TA യും DA യും പോലും നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് ഡീസൽ ഇല്ലാത്തതിനാൽ തിരികെ മടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെയും വിവിധ വകുപ്പുകൾക്ക് ആവശ്യമായ ഗ്രാന്റുകൾ ഇപ്പോഴും നൽകുന്നില്ല, വകുപ്പുകൾക്ക് ആവശ്യമായ പണം നൽകുന്നില്ല. ഇതെല്ലാം വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ ഇപ്പോഴും കുടിശ്ശികയാണ്. 4 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോഴും കുടിശ്ശികയായി നിലനിൽക്കുന്നത്. ഈ രീതിയിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും ഉള്ളത്. അവശ്യ വർക്കുകൾ പോലും നടക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. റോഡ് നിർമ്മാണം ഉൾപ്പെടെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പോകുന്നുണ്ട്. പലപ്പോഴും പണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന മറുപടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്നത്. ഇവിടെയാണ് ഈ ധനകാര്യ കമ്മീഷൻ വിവിധ മേഖലകൾക്ക് നൽകുന്ന ഗ്രാന്റുകൾ പോലും വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ധനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പണം അനുവദിക്കുക, അതിനുശേഷം ഏകദേശം 500 കോടി രൂപയ്ക്കടുത്ത് അതിൽ നിന്ന് തിരികെ ഈടാക്കുക. അത് നേരത്തെ സഹായം നൽകി അല്ലെങ്കിൽ വായ്പ തിരിച്ചടച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ നൽകിയ തുകയിൽ നിന്ന് പോലും സഹായം നൽകിയെന്നതിൻ്റെ പേരിൽ പണം തിരികെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേവിക.
രാജീവ്, നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ശമ്പള പ്രതിസന്ധി, ഇങ്ങനെയുള്ള രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ നൽകിയ തുകയും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് അല്ലെങ്കിൽ ഒരു ശ്വാസമുട്ടലിലേക്ക് തന്നെ ജനതയെ കൊണ്ടെത്തിക്കില്ലേ? ദേവിക, ഏതായാലും സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വിവിധ പദ്ധതികൾക്ക് പണം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും പ്രധാനമായും ചർച്ചയായത് കാരുണ്യ പദ്ധതി പോലും വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചികിത്സ സാധാരണക്കാർക്ക് നൽകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാകുന്നില്ല. ഏകദേശം 1500 കോടി രൂപയ്ക്കടുത്താണ് കാരുണ്യ പദ്ധതി പ്രകാരം സർക്കാർ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും ധനവകുപ്പ് നൽകാനുള്ളത്. ഇതാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സ്വകാര്യ ആശുപത്രികൾ കത്ത് നൽകിയിരുന്നെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് മറ്റ് പല പദ്ധതികളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നത്. കോടികളുടെ കുടിശ്ശിക ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിൽ സംസ്ഥാന സർക്കാർ ഏതായാലും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതല്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. നമുക്കറിയാം, സ്വയംഭരണാവകാശമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിന്നില്ലെങ്കിൽ അവിടെ നടക്കുന്ന അടിയന്തര സാഹചര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ മുടങ്ങുന്നത് സാധാരണക്കാരെ രൂക്ഷമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചാൽ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ പോലും ഇത് സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. രാജീവ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ നൽകിയ വായ്പകളുടെയും സഹായങ്ങളുടെയും കണക്കിൽ ഉൾപ്പെടുത്തിയാണ് ധനവകുപ്പിന്റെ ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ദേവിക, ഇക്കാര്യത്തിൽ വീഴ്ച എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏതായാലും ധനവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതിയാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഈ ധനവകുപ്പ് അനുവദിച്ചു കൊടുക്കുന്ന വായ്പകൾ അത് കൃത്യമായി ഇടവേളകൾ നൽകിയിട്ടുണ്ട്. ആ ഇടവേളകളിൽ തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശമാണ് ഒരു ഘട്ടത്തിൽ നൽകിയിരുന്നത്. മാത്രമല്ല, ഈ അംഗൻവാടി ജീവനക്കാർക്ക് നൽകിയിരുന്നത് സഹായമായാണ്, അതായത് സർക്കാരിൻ്റെ ഒരു സഹായം എന്ന രീതിയിലാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിച്ചിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് വരുമ്പോൾ പറയുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കണമെന്ന്. അത് ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നേരത്തെ സർക്കാർ എന്തൊക്കെയാണോ സഹായമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നത് അത് ഘട്ടം ഘട്ടമായി തിരിച്ചടച്ചേ മതിയാവൂ എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരമാലിന്യ സംസ്കരണം, അതിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മൾ കണ്ടത് ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരത്ത് ഈ കരമാലിന്യ സംസ്കരണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും അവിടെ തീപിടുത്തം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. അതിനുശേഷം പണം അനുവദിച്ചെങ്കിലും ആ പണമാണ് ഇപ്പോൾ തിരികെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. അതിന് പ്രകാരം ഈ പണം തിരികെ ഈടാക്കുന്നുവെന്ന് നിലവിൽ സംസ്ഥാന സർക്കാർ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ധനകാര്യ കമ്മീഷൻ ഒരു ഗ്രാന്റ് നൽകുന്നത് അതാത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഒരു ഗ്രാന്റ് നൽകുകയാണെങ്കിൽ അത് ആ മേഖലയിൽ ഉപയോഗിക്കണം. കരമാലിന്യ സംസ്കരണത്തിന് വേണ്ടിയാണ് നൽകുന്നതെങ്കിൽ അത് ആ മേഖലയിൽ ഉപയോഗിക്കണം. ആ പണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തിരികെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത്. മാത്രമല്ല, നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഗ്രാമീണ മേഖലയ്ക്ക് നൽകുന്ന തുക ഈ രീതിയിൽ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ അത് ആരോഗ്യ മേഖലയ്ക്ക് ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകും. കാര്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ മറ്റു പ്രവർത്തനങ്ങൾ, ഈ കരമാലിന്യ സംസ്കരണമായാലും മറ്റു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളായാലും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഒരുപക്ഷെ ഇതെല്ലാം നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കൊണ്ടുപോകും. മാത്രമല്ല, ഈ പല നഗരസഭകൾക്കും നിലവിൽ പണം കണ്ടെത്താൻ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും ഇത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ്, അതായത് ഒരു വശത്ത് സഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല ലഭിക്കുന്ന ഗ്രാന്റുകൾ പോലും വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതികൂലമായി അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെയാണ് പ്രധാനമായും നേരത്തെ ഞങ്ങൾ സഹായം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ വായ്പ നൽകിയിട്ടുണ്ട്. ആ വായ്പയിൽ നിന്നും സഹായങ്ങളിൽ നിന്നുമാണ് തിരികെ ഈടാക്കുന്നത്. അത് എന്തിന് ഈ ഗ്രാന്റിൽ നിന്ന് ഈടാക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചോദിക്കുന്നത്. ദേവിക, രാജീവ്, മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കട എത്തിയപ്പോൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട എത്തിയപ്പോൾ അദ്ദേഹം വ്യക്തമായി തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണമെല്ലാം കേരള സർക്കാർ ചെയ്യുന്നത് അവർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല അത് ഉപയോഗിക്കുന്നത്, മറിച്ച് അവരുടെ കടം തീർക്കാനാണ്, അല്ലെങ്കിൽ ധൂർത്തുകൊണ്ട് ഉണ്ടാക്കി വെച്ച പല ബാധ്യതകളും തീർക്കാനാണ് അവർ ഈ പണം ഉപയോഗിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയല്ലേ സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്?
ദേവിക, ഈ വിഷയം തന്നെയാണ് നേരത്തെ സുപ്രീം കോടതിയിൽ പ്രധാനമായും ചർച്ചയായത്. അതായത് സുപ്രീം കോടതിയിൽ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹർജി നൽകുന്നു. ധനവകുപ്പായിരുന്നു പ്രധാനമായും ഹർജിയുമായി മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിൽ തന്നെ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അതിനെ എതിർത്തിരുന്നു. അതായത് ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഉചിതമാകില്ല എന്നായിരുന്നു പ്രധാനമായും ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് 13,068 കോടി രൂപ അനുവദിക്കണമെന്ന്. ഇക്കാര്യം തന്നെ നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന് 13,068 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ്. പക്ഷേ അത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. പക്ഷേ അത് വലിയ തിരിച്ചടിയിലേക്കാണ് വഴിവെച്ചത്. പ്രധാനമായും കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പൂർണ്ണമായും സുപ്രീം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. മാത്രമല്ല കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയും ചെയ്തു. പ്രധാനമായും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇവിടുത്തെ ദൂർത്തും അതുപോലെ തന്നെ ധനകാര്യ മാനേജ്മെന്റിലെ ചില പ്രശ്നങ്ങളുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. അതിന് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. സംസ്ഥാനത്തിന് എന്താണോ കേന്ദ്ര സർക്കാർ നൽകേണ്ടത് അത് കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു ദൂർത്ത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സായാലും കേരളീയമായാലും മറ്റ് പരിപാടികളുടെ പേരിലായാലും വലിയ രീതിയിലുള്ള ഒരു ദൂർത്ത് ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൂർത്ത് തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി മാറിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും അതുതന്നെയാണ്. ഓരോ മാസവും കടമെടുത്ത് മുന്നോട്ട് പോവുക. ആ കടമെടുത്ത് മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് സംസ്ഥാനം ചെവിക്കൊണ്ടിരുന്നില്ല. അതിനുശേഷമാണ് ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നതും സുപ്രീം കോടതിയും ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയതും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതും. അതായത് ഇനി കടമെടുക്കുന്നതിന് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കടമെടുക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെ സുപ്രീം കോടതിയും സ്വീകരിക്കുകയായിരുന്നു. അത് തീർച്ചയായും വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് സമ്മാനിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ രീതിയിൽ, അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടെ അനുവദിക്കുന്ന ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മറ്റ് പദ്ധതികൾക്ക് അനുവദിക്കുന്ന ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ആ പണം കൂടി സംസ്ഥാനത്തിന്റെ ട്രഷറിയിലേക്ക് നീക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അല്ലാതെ മുന്നോട്ട് പോവുക സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം വരും മാസങ്ങളിലും ശമ്പളവും പെൻഷനും നൽകണം. നമുക്കറിയാം, ആദ്യം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ക്ഷേമ പെൻഷനുകൾ മുടക്കില്ല എന്നായിരുന്നു. പക്ഷേ ആ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ 4 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. 2 മാസത്തെ പെൻഷൻ നൽകിയത്, അതായത് 6 മാസത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരുന്നു. അതിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകിയത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും കടമെടുത്തും മറ്റ് കടമെടുത്തുമൊക്കെയാണ്. ഈ രീതിയിൽ കടമെടുത്ത് ഓരോ മാസവും ഇങ്ങനെ ശമ്പളവും പെൻഷനും നൽകിക്കൊണ്ടിരിക്കുന്നു, ക്ഷേമ പെൻഷനുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലും 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അതിനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു വശത്ത് ഇങ്ങനെ കുടിശ്ശിക കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ കൂടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നൽകിയ തുകയും വെട്ടിക്കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തിയിരിക്കുന്നു. ആരോഗ്യ മേഖല ഉൾപ്പെടെ നൽകിയ തുകയിലാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. സർക്കാർ നൽകിയ വായ്പയുടെയും സഹായങ്ങളുടെയും കണക്കിൽ ഉൾപ്പെടുത്തിയാണ് ധനവകുപ്പിന്റെ ഈ നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവ്.